ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സേതു ആ കടൽ തീരത്ത് പോയിരുന്ന വീട്ടിൽ ഉണ്ടായിരുന്ന സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ആ വീട്ടിൽ ചിലവഴിച്ചിരുന്ന നാളുകൾ, ഇതെല്ലാം ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് പോലീസുകാർ അതുവഴി വരുന്നത്. എന്നിട്ട് വന്നിട്ട് സേതുവിനെ ഇവർ കണ്ടു. ടോർച്ചടിച്ച് മൂത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുവാണല്ലോ. ഇപ്പോൾ സേതുവിനോട് നീ എവിടെ നിന്ന് ചാടി വന്നാടാന്ന് ചോദിച്ചു. എന്താടാ, നീ എന്താ മരിക്കാൻ വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചു അവർ. അപ്പോൾ അല്ല, അതിനുള്ള ധൈര്യം എനിക്കില്ല, അപ്പോൾ എനിക്ക് സ്വയം ഇല്ലാതാകാനുള്ള ധൈര്യം ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ നീ എഴുന്നേറ്റ് പോകാൻ നോക്കി, ഇവിടെ ഇരിക്കേണ്ടെന്ന് സേതുവിനോട് പോലീസുകാർ പറയാം. പിന്നെ ഇവിടെ ഇങ്ങനെ ആരും ഒറ്റയ്ക്ക് ഇരിക്കാനേ, അതും രാത്രിയിൽ ഇരിക്കാൻ ആരെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോയിക്കോളാം സാറേ, സാറുമാർ പോയിക്കോ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എഴുന്നേറ്റ് പോ, എന്നാലേ ഞങ്ങൾ പോകത്തുള്ളൂ, എഴുന്നേറ്റ് പോടാ എന്നും പറഞ്ഞുകൊണ്ട് സേതുവിനെ അവരവിടുന്ന് പറഞ്ഞു വിട്ടു. സേതു അവിടുന്ന് പോയി. പോലീസുകാരിങ്ങനെ സേതുവിനെ നോക്കി നിൽക്കുക. ഈ സമയത്ത് പല്ലവി ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ബേബി ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. വഴിക്കണ്ണും നട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബേബി ചേച്ചി വന്നിട്ട് പറഞ്ഞു, നോക്കി ഇരിക്കേണ്ട മോളെ, അതുകൊണ്ട് കാര്യമില്ല, സേതു ഇനി വരാൻ പോകുന്നില്ല എന്ന്. ആത്മാഭിമാനമുള്ള ആരെങ്കിലും ഇനി ഈ വീടിൻ്റെ പടി ചവിട്ടുമോ എന്ന് ബേബി ചേച്ചി പല്ലവിയോട് ചോദിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ പല്ലവി വിഷമിച്ചിരിക്കുവാണ്. മോൾക്കറിയാലോ എന്ത് കാര്യമായിട്ടാണ് സേതു ഈ വീട്ടിലുള്ളവരെ സ്നേഹിച്ചത്, അവരുടെ കാര്യങ്ങൾ നോക്കിയതെന്ന്. തിരിച്ച് അവരൊക്കെ സേതുവിന് കൊടുത്തത് എന്താ, പുറകിലും മുന്നിലും ഒക്കെ നിന്ന് കുത്തി. ഇങ്ങനെ ക്രൂശിക്കാനും മാത്രം എന്ത് തെറ്റാ സേതു ചെയ്തതെന്നൊക്കെ ബേബി ചേച്ചി ഇങ്ങനെ ഇരുന്ന് ചോദിക്കുക. അപ്പോൾ ബേബി ചേച്ചി ഇത് ചോദിച്ചിട്ട് അച്ചുവിൻ്റെ കല്യാണം നടത്തി കൊടുത്തത് ഒരു തെറ്റാണോ, അത്രയ്ക്ക് മോശക്കാരനാണോ ശ്രീഹരി എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയുടെ അനുവാദം വാങ്ങിയില്ല. അതാണല്ലോ ബേബി ചേച്ചി അമ്മ പിണങ്ങാൻ കാരണം. അപ്പം അനുവാദം ചോദിച്ചിരുന്നെങ്കിൽ അമ്മ കൊടുക്കുമായിരുന്നോ? ഒരിക്കലും കൊടുക്കില്ലായിരുന്നു. ശ്രീഹരിയെ കൊണ്ട് കെട്ടിച്ചത് കൊണ്ട് ആ കൊച്ചിൻ്റെ കല്യാണമെങ്കിലും നടന്നു. അല്ലെങ്കിലേ ഇവിടെ ഇരുന്ന് പോയേനെ അച്ചു. അത് അച്ചുവിൻ്റെ അവസാന കല്യാണ മുഹൂർത്തമായിരുന്നുവെന്നും ആ കല്യാണം നടന്നില്ലായിരുന്നെങ്കിലേ പിന്നെ ഒരിക്കലും അച്ചുവിന് കല്യാണ യോഗം ഉണ്ടാകുമായിരുന്നില്ല എന്ന സത്യവും ആ ചേച്ചി ഇങ്ങനെ പറയുക. എല്ലാം അറിയാമായിരുന്നിട്ടും വെറുതെ വാശി പിടിക്കുകയാണ് പൂർണിമ ചേച്ചി. ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് ബേബി ചേച്ചി ഇങ്ങനെ പറഞ്ഞു. സേതു ചെയ്തത് 100% ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും തന്നെ വേണ്ടാത്ത ഈ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് സേതു സ്വയം എന്തിനാ ഇങ്ങനെ ജീവിതം കളയുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നഷ്ടം ഈ വീട്ടിലുള്ളവർക്ക് മാത്രമല്ലല്ലോ ബേബി ചേച്ചി, എനിക്കും കൂടിയല്ലേ എന്ന് പല്ലവി അന്നേരം ബേബി ചേച്ചിയോട് ചോദിക്കാം. സേതുവേട്ടൻ ഈ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തനിച്ചല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതങ്ങനെയല്ല, ഞാൻ തനിച്ചായി പോയില്ലേ, തീർത്തും ഒറ്റപ്പെട്ടു പോയില്ലേ എന്ന് ചോദിച്ചു. മോള് വിഷമിക്കണ്ട, എന്തായാലും സേതു വന്ന് മോളെ വിളിച്ചുകൊണ്ട് പോകും, അത് ഉറപ്പാ. മോളെ അത്രയ്ക്കിഷ്ടം സേതുവിന്, മോളെ ഒരിക്കലും കൈവിട്ട് കളയത്തില്ല സേതു, മോള് നോക്കിക്കോളാനൊക്കെ പറഞ്ഞു ബേബി ചേച്ചി. അതെല്ലാം പറഞ്ഞ് പല്ലവിയെ സമാധാനിപ്പിക്കുക. അങ്ങനെയൊന്നും അല്ല ബേബി ചേച്ചി ഞാൻ പറഞ്ഞത്. ഞാൻ ചിന്തിക്കുന്നത് ഇറങ്ങിപ്പോയ സേതുവേട്ടനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. അതാണ് എൻ്റെ ആഗ്രഹമെന്ന് പല്ലവി പറയുക. ശരിയാ ബേബി ചേച്ചി എന്നോട് പറഞ്ഞത്. ഈ വീട്ടിലുള്ളവർ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒക്കെ സേതുവേട്ടനെ കുത്തി. പക്ഷേ അച്ഛൻ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്, അത് പൂർത്തിയാക്കാതെ സേതുവേട്ടൻ ഒരിക്കലും ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റത്തില്ല, പോകാൻ പാടില്ലെന്നും പല്ലവി ഇങ്ങനെ പറയുക. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അച്ഛനെ ഏൽപ്പിച്ച ആ ഒരു ജോലി അത് വിജയകരമായി പൂർത്തീകരിച്ച് നെഞ്ചു വിരിച്ച് തലയെടുപ്പോട് കൂടി വേണം സേതുവേട്ടൻ ഇവിടെ നിന്ന് പോകാൻ. ആ ഒരു സേതുവേട്ടനെ കാണാനാണ് ബേബി ചേച്ചി ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അന്വേഷിച്ചിറങ്ങാൻ പോകുമോ ഞാനെന്ന് പറഞ്ഞു. ഈ രാത്രിയിലോ? അതെ, ഈ രാത്രിയിൽ തന്നെ അച്ചുവിനോടും കൂടി റെഡിയാകാനായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങുകയാണ് സേതുവേട്ടനെ തേടി. സേതുവേട്ടനില്ലാതെ ഞങ്ങൾ തിരിച്ച് ഈ പടി കടക്കില്ലെന്നൊക്കെ പറഞ്ഞ് പല്ലവി. അപ്പം ബേബി ചേച്ചി പറഞ്ഞു, മോളെ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യണം, ബേബി ചേച്ചി എന്ന് അച്ചുവിനോട് പറഞ്ഞത് വേണം എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബേബി ചേച്ചി നേരെ പൂർണിമയുടെ അടുത്തേക്ക് ചെല്ലുക, മുറിയിലേക്ക്. അപ്പം പിള്ളേർ സേതുവിനെ തിരക്കി ഇറങ്ങി, സേതുവിനെ കൊണ്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. സേതു ഒരു പാവല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. പല്ലവി പറഞ്ഞാൽ സേതു ഒരു പക്ഷെ അനുസരിക്കുമായിരിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ സേതു ഇനി വീട്ടിലേക്ക് തിരിച്ചു വരാനേ പാടില്ല എന്ന് ബേബി ചേച്ചി. അത്രയ്ക്ക് നോവിച്ചു ഈ വീട്ടിലുള്ളവരെല്ലാവരും ചേർന്ന പാവത്തിനെ എന്നൊക്കെ ബേബി ചേച്ചി ഇങ്ങനെ പറഞ്ഞു. ഒരു വീടാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കണം, അതല്ലേ വേണ്ടതെന്ന് ചോദിക്കുവാണ് പൂർണിമ. എല്ലാം സേതു മാത്രം സഹിക്കണം അല്ലേ, നിങ്ങൾക്കാർക്കും ഇതൊന്നും ബാധകമല്ലല്ലോ അല്ലേ എന്ന് ബേബി ചേച്ചി. എന്തുകൊണ്ട് പൂർണിമ ചേച്ചി സേതുവിന് മാപ്പ് കൊടുത്തില്ല? ഇവിടുന്ന് ഇറങ്ങിപ്പോകാനല്ലേ പൂർണിമ ചേച്ചി നോക്കിയതെന്ന് ചേച്ചി ചോദിക്കുക. സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെയും കൂടി ഒളിച്ചോടിപ്പോയതൊന്നും അല്ലല്ലോ അച്ചു. സ്വന്തം ആങ്ങള പറഞ്ഞ കല്യാണത്തിന് തല നീട്ടി കൊടുത്തു എന്നൊരു അതിന് ഉത്തരവാദി ആ ഒരു ഇതിന് ശിക്ഷ കൊടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. പുള്ളിക്കാരിക്ക് മിണ്ടാട്ടോ ഇല്ല. ഹരി എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? അവൻ്റെ ജീവിതത്തിൽ അവൻ ആരുമില്ല, ശരിയാണ്. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവൻ സ്നേഹിക്കുന്ന ഒരാൾ വന്ന് അവനോടൊരു ആവശ്യം പറഞ്ഞപ്പോൾ അവരുടെ മകളെ കല്യാണം കഴിക്കാൻ തയ്യാറായി. തെറ്റ് ചെയ്തൊന്നും അവരല്ല, നിങ്ങളാ തെറ്റ് ചെയ്തതെന്ന് പൂർണിമയോട് നമ്മുടെ ബേബി ചേച്ചി പറയാം. പൂർണിമ ഒന്നും മിണ്ടാതെ തിരിഞ്ഞെണ്ണിയിരിക്കുക, അതിൻ്റെ മുഖത്ത് നോക്കാതെ.
ആ സാധുക്കളെ ഇതുപോലെയൊന്നും ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു ചേച്ചി. ചെയ്തത് 100% തെറ്റാണെന്ന് പറയുമ്പം എനിക്ക് ഒരു മകളെ പറ്റി മാത്രം ചിന്തിച്ചാൽ പോരാ, എനിക്ക് വേറെ ഉണ്ടല്ലോ മക്കള്, അവരുടെ ഭാവിയെ പറ്റിയും ഞാൻ ഓർക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ബേബി ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനോടൊന്ന് എത്ര പോത്തിൻ്റെ ചെവിയിൽ വേദോതിട്ട് കാര്യമില്ലെന്ന് കേൾക്കല്ലേ, പറയാറില്ലേ? ഇന്ന് പറഞ്ഞതുപോലെ പൂർണിമയുടെ ചെവിയിലേക്ക് ഇപ്പോൾ ഒന്നും കയറില്ല. എന്തായാലും നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വീട്, അതെന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അവരോട് ചേച്ചിക്കൊന്ന് ക്ഷമിക്കാമായിരുന്നു, മാപ്പ് കൊടുക്കാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിലേ മക്കളിപ്പോൾ പരസ്പരം തമ്മിൽ തല്ലാനേ തയ്യാറാകുമായിരുന്നില്ല എന്ന് പൂർണിമയോട് ഒരു താക്കീത് കൊടുത്തിട്ട് നമ്മുടെ ബേബി ചേച്ചി അവിടെ നിന്ന് പോയ ബേബി ചേച്ചി വീണ്ടും തിരിഞ്ഞു നിന്നിട്ട്, എനിക്കിനി തോന്നുന്നില്ല കേട്ടോ സേതു വരുമെന്ന്. വരാൻ പാടില്ല, സേതു ഇനി വരരുത്. സ്നേഹമുള്ളൊരു മനസ്സ് അതുണ്ട് അവന്. അതുകൊണ്ട് എല്ലാം അവൻ മറക്കുമായിരിക്കും, പക്ഷെ അവൻ വരില്ല. തിരിച്ചവൻ വരുമോയെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ പക്ഷം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സേതു ഇനി വീട്ടിൽ പടി കിടന്ന് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് ഇനി ബേബി ചേച്ചി അങ്ങ് പോയി. പിന്നെ പൂർണിമ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുക. ഇത് കഴിഞ്ഞു പിന്നെ അച്ചുവും പല്ലവിയും കൂടി ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് വരുമ്പോൾ വഴികൾ മുഴുവൻ അന്വേഷിച്ചു. ഇവർ താമസിച്ചിരുന്നിടത്ത് പോയി അന്വേഷിച്ചു, അവിടെ ഒന്നുമില്ല. അപ്പോൾ അയൽക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഒന്നും ചെന്നിട്ടില്ല എന്ന് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു. ഈ ഏട്ടനിത് എവിടെ പോയിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആകെ ഒരു ഭയങ്കര ടെൻഷൻ അച്ചുവിനെ. എവിടെയെന്നും പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞു. എന്നിട്ട് ഇനി ഇവർ ടൗൺ എല്ലാം തേടുക. ഈ സമയത്താണ് നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ അതിൽ വരുന്നത്, ഇവരെ കാണുന്നതും. ഇന്ദ്രൻ വേഗം തന്നെ വണ്ടി തിരിച്ച് ഇവരുടെ പിന്നാലെ പോകുക. അപ്പോഴേക്കും നമ്മുടെ സേതു കറങ്ങി തിരിഞ്ഞ് ഒരു വെയിറ്റിംഗ് ഷെഡിലേക്ക് വന്നു. വെയിറ്റിംഗ് ഷെഡിൽ വന്ന് ഇങ്ങനെ തല ചായ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു അമ്മ, ഒരു ഭാണ്ഡക്കെട്ടൊക്കെ ആയിട്ട് വന്ന ഒരു അമ്മ, അയ്യോ അവിടെ കിടക്കല്ലേ, അത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു. ഞാനാ ഇവിടെ സ്ഥിരമായിട്ട് കിടക്കാറേ മോൻ ഇവിടെ കിടന്ന എനിക്ക് വേറെ സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരുമെന്ന് അമ്മ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് വീടില്ലേന്ന് ചോദിച്ചു സേതു. ആ അമ്മയെ കണ്ട് പാവം തോന്നിയപ്പം. അപ്പോൾ എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്, എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ കുട്ടികളെ നോക്കാൻ കെട്ടിയതാ എന്നെയെന്നും പറഞ്ഞ് രണ്ടാം കെട്ടാണെന്ന് പറഞ്ഞാൽ ആ അമ്മ കുറേ അമ്മയുടെ വിഷമങ്ങളൊക്കെ പറയും. അപ്പോൾ മക്കൾക്ക് എന്നെ വേണ്ട, മക്കളെ വളർത്തി വലുതാക്കി, അങ്ങനെ ചെയ്തു, പക്ഷേ എല്ലാവരും എന്നെ പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് സേതു വിഷമിക്കാം. അപ്പോൾ സേതുവിനോട് ചോദിച്ചു, മോനെന്താ ഇവിടെ വന്നിരിക്കുന്നത്, മോന് വീടൊന്നും ഇല്ലേന്ന്. അമ്മ ഇവിടെ കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ സേതു എഴുന്നേറ്റ് പോകാൻ നോക്കാം. മോന് ഇവിടെ കിടക്കണമെങ്കിൽ കിടന്നു, അമ്മ വേറെ എവിടെയെങ്കിലും നോക്കിക്കോളാമെന്ന് അമ്മ പറയുമ്പോൾ വേണ്ട, അമ്മ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. പിന്നെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു സേതുവിൻ്റെ. ആ പൈസ എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. അയ്യോ മോനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ അമ്മ മേടിക്കാതിരിക്കുമ്പോൾ അമ്മ ഇത് വാങ്ങിക്കുക, അമ്മ ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സേതു ഇങ്ങനെ എങ്ങോട്ടെന്ന് അറിയാതെ ഇങ്ങനെ നടക്കുക. അങ്ങനെ നടന്ന് സേതു അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ പല്ലവിയും സേതുവും കൂടി വണ്ടി ഓടിച്ച് ഏതൊക്കെയോ ഒരു സ്ഥലത്തോടൊക്കെ ഒന്ന് ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ വന്ന് അങ്ങനെ വണ്ടി അവിടെ നിർത്തി. അപ്പോഴത്തേക്കും ഇന്ദ്രനും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഇന്ദ്രൻ അവിടെ വന്ന് വണ്ടി നിർത്തി, ഇവർ കാണത്തില്ലാത്ത രീതിയിൽ. എന്നിട്ട് ഈ ഇന്ദ്രൻ ഇവരെ തപ്പിപ്പോപ്പ് ഇവരൊരു ബീച്ച് സൈഡിലേക്കാണ് പോയത്. ഇവർ ബീച്ചിൻ്റെ ആ സൈഡും കാര്യങ്ങളും അവിടെ എല്ലാം നോക്കുന്നു. പിന്നെ ഈ ഫുഡൊക്കെ കഴിക്കുന്ന ഫുഡ് കോർട്ടിലൊക്കെ കയറി ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ആ ഒരു കടയിൽ കയറിയിട്ട് ഇങ്ങനെ അവിടുത്തെ സെയിൽസ്മാനോട് ചോദിച്ചു, ഇങ്ങനെ ഇവിടെ ഒരാൾ വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ ഫോട്ടോസ് ഏതും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഈ ഇന്ദ്രൻ അവിടെ ഉണ്ടല്ലോ, ഇവരെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഈ ചോദിച്ച ആൾ പറഞ്ഞു വിട്ടിട്ട് അവൻ നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവന് കുറേ കാശ് നമ്മുടെ ഇന്ദ്രൻ അങ്ങ് കൊടുത്തു. അപ്പോൾ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞു. ഇവരങ്ങ് പോയി. ഇവരങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഈ അതിൻ്റെ അകത്തേക്ക് വന്നു. സേതുവേട്ടാ എന്ന് പറഞ്ഞു വിളിക്കുന്ന പല്ലവിയെ കേട്ടപ്പോഴത്തേക്ക് ഇന്ദ്രന് തല കറങ്ങുന്ന ദേഷ്യം, ഭയങ്കര ദേഷ്യം ഇന്ദ്രന്. ഇന്ദ്രൻ എന്നിട്ട് അവിടെ സേതുവേട്ടൻ എന്ന് പറഞ്ഞു ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പല്ലവി നോക്കാൻ വന്നപ്പോഴത്തേക്കും ഈ ഇന്ദ്രൻ അങ്ങ് മാറി നിൽക്കുക. അപ്പോഴേക്കും നീ ഇവിടെ നോക്കും, ഞാൻ ബാക്ക് സൈഡിൽ നോക്കാമെന്ന് പറഞ്ഞു പല്ലവി ബാക്കിലേക്ക് ഇറങ്ങിപ്പോയി. അച്ചു ആണെങ്കിലും ഫ്രണ്ട് സൈഡിലും അതിലൊക്കെ നോക്കുക. അങ്ങനെ പല്ലവി പോയി. അച്ചു ആണെങ്കിലും നോക്കി വലിയേട്ടാന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഇന്ദ്രനെ. ഞാനിവിടെ ഉണ്ട് മോളെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും ഇന്ദ്രൻ. അപ്പോഴത്തേക്ക് അച്ചു പേടിച്ചു. പിന്നെ കാണിക്കുന്നത് സേതുവിനെ ആട്ടോ. സേതു ഇങ്ങനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു തട്ടുകട ഉണ്ടായിരുന്നു, തട്ടുകടയുടെ സൈഡിൽ പോയിരിക്കും. അപ്പോൾ ഒരു ഓംലേറ്റും കൂടെ എടുക്കട്ടെ ഏട്ടാ എന്നാൽ കടക്കാരൻ ചോദിച്ചേ. അപ്പോഴേക്കും നമ്മുടെ സേതു ഓംലേറ്റ് എന്താ വേണ്ടേ, ഇപ്പം തന്നെ തരാൻ കൈ കാശില്ല എന്ന് സേതു പറയുവാണ്. ഇത് തന്നെ കടമാണെന്ന് പറയുമ്പോൾ സേതുവേട്ടനെ എനിക്ക് അറിയാവുന്നതല്ലേ, എത്ര വേണമെങ്കിലും സേതുവേട്ടൻ കഴിച്ചോ, കാശുള്ളപ്പോൾ കൊണ്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു. തന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാ ചേട്ടൻ. ഒരു ഡബിൾ ഓംലേറ്റ് എടുത്തേക്കാന്ന് പറഞ്ഞാൽ കടക്കാരൻ സേതുവിന് ഓംലേറ്റ് അടിക്കാൻ പോയി. സേതു ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ സേതുവിനാണ് വയറ് നിറച്ച് അവർ ഭക്ഷണം കൊടുക്കുക. കഴിച്ചോ സേതുവേട്ടൻ കഴിച്ചോ, വയറ് നിറയെ കഴിച്ചോളാൻ പറഞ്ഞ്. ഈ സമയത്ത് നമ്മുടെ പല്ലവി അപ്പുറേന്ന് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഇവിടെ അച്ചുവിനെ ഒരു തൂണയിൽ കെട്ടിയിട്ടേക്കുക. അച്ചുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷോള് വെച്ചോ. പല്ലവി ഓടി അച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇന്ദ്രനെ കണ്ടപ്പോഴേക്കും പല്ലവിയുടെ ഉള്ളൊന്ന് നടുങ്ങി. ഇവനങ്ങനെ വന്ന് നിൽക്കുമെന്ന് പല്ലവി ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ലല്ലോ. എന്ത് ചെയ്യണമെന്നറിയാതെ പല്ലവിയൊക്കെ ഇങ്ങനെ ആ ഒരു ഭയങ്കര ഒരു എന്താ പറയുക പേടിച്ച് അരണ്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്.
അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.